ാണ് നമ്മുടെ വീടിന്റെ പുറകത്തെ പാടത്ത് നിറച്ചും വെള്ളം കയറിയൊക്കെയാണ്. നമ്മ ചുമ്മാ ഒന്ന് വലയിടാൻ വേണ്ടി ഇറങ്ങുവാണ്. ഞാനും ഉണ്ട്, ആരൊക്കെ ഉണ്ട്, ആർക്ക വല വിരിച്ചോണ്ടിരിക്കുകയാണ്. കാണാം. അങ്ങനെ ഞാനും ആർക്കയും കൂടെ രാവിലെ പാടത്തേക്ക് ഇറങ്ങുവാണ്. ഇന്നലെ ഇട്ട വല പൊക്കാനായിട്ട് നമ്മൾ പാടത്തേക്ക് എത്തിയിരിക്കുകയാണ്. വെള്ളം കയറുന്നേ ഉള്ളൂ, പുതുമഴയല്ലേ. നമ്മളിവിടെയാണ് ഇന്നലെ വലയിട്ടത്. വീടിനടുത്തുള്ള പാടമാണ്. നമ്മളങ്ങനെ വല പൊക്കുവാണ്. എന്താണെന്നൊന്നും അറിയില്ല. വെള്ളം നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അങ്ങോട്ടല്ലേ ആർക്കെ വല നമുക്ക് എടുക്കണ്ട, നമുക്ക് എടുത്തിട്ടേ ഇവിടെ തന്നെ അങ്ങ് ഇടാം. തെളിച്ചിടാം. ഇന്ന് വൈകിട്ട് മിക്കവാറും നമുക്ക് ശരിക്കും മീൻ കിട്ടാൻ സാധ്യതയുണ്ട്. അതെ, ഇന്നലെ വെള്ളം ഒരു ശകലം കൂടെ വെള്ളം കയറിയെങ്കിൽ ആർക്കെ അടിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, അണ്ടിയിൽ അടിച്ചിട്ടുണ്ട്. വലിയ അണ്ടിയിലാണല്ലോ അത് കയറി വരുന്നുള്ളൂ കേട്ടോ. എല്ലാവരും നോക്കുക. അതാണ് നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട്. ജീവനുണ്ടല്ലേ? ജീവനുണ്ട്. രാവിലെ അടിച്ചതാ. നമുക്ക് വൈകിട്ടാകുമ്പോഴേക്കും സാധനം ശരിക്കും കിട്ടാൻ സാധ്യതയുണ്ട്. മീൻ കയറി വരുന്നുള്ളൂ. ഇവിടെ ഉണ്ട്. ചാടുവോ എന്താർക്കെ? ചാടാൻ സാധ്യതയില്ല. മീൻ കയറി വന്നോട്ടോ. വൈകിട്ടാകുമ്പോൾ സെറ്റാ. ശരിയാണ്. രാവിലെ കയറിയതാ, രാവിലത്തെ വെള്ളത്തിന് കയറിയതാ. നല്ല വലിപ്പമുള്ളതാണ്. ഇവനെപ്പോലെ ഒരു 4-5 കിട്ടിയാൽ മതി നമുക്ക് നല്ലതായിട്ട് പൊരിക്കാൻ. ജീവനുണ്ട്. പാടാ ഇത്. ഉറക്കെടുക്കാൻ പാടല്ലേ? ഭയങ്കര പാടാ. നമുക്ക് കുറേ പണിപ്പെട്ടുണ്ട് കേട്ടോ ചാടാൻ വേണ്ടിയിട്ട്. വെട്ടാനും പാടല്ലേ? പിന്നെ അതാണ്. പക്ഷെ ഇവനെ അടിച്ച കരിമീൻ വരെ മാറി നിൽക്കും. അതാണ്. വെള്ളം കയറി വരുന്നുള്ളൂ. അങ്ങോട്ട് നോക്കിയാണോ? ഇവിടെ കറക്റ്റായിട്ട് കാത്തിട്ടാലേ. അതെ വലിച്ച് ഇട്ട്. ഈ തോടില്ലേ, ഈ തോട്ടിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് വരണം. പാടത്തോട്ട് വന്നെങ്കിലേ ഇതിനകത്ത് മീൻ അടിക്കത്തുള്ളൂ. അത് വൈകുന്നേരം കൊണ്ട് കറക്റ്റാവും. ഇതെല്ലാം ചവറെല്ലാം മാറ്റി കൊടുക്കണം. നമ്മളിന്നലെ വൈകിട്ട് വന്ന് സെറ്റ് ചെയ്തല്ലേ? മാറ്റി കൊടുത്തല്ലേ സെറ്റാക്കണം. ഇവിടെയൊക്കെ പുല്ല മണ്ടയ്ക്കടെ താന്നില്ലായിരുന്നല്ലേ? ഇവിടെ താന്നില്ലായിരുന്നു. താത്ത് കൊടുക്കണം. കാലുകൊണ്ട് താത്ത് കൊടുത്താൽ മതി. ഒരെണ്ണം ഇവിടെ ഉണ്ട്. നല്ല വലുതാ. ആമ കടിച്ചിട്ടുണ്ടോ തോന്നുന്നു നിന്റെ സൈഡേ? വല കയറിയതല്ലേ? ഇപ്പൊ ബുക്കിലാണെങ്കിൽ മൊത്തം തീർന്നല്ലേ? പിന്നെ ആമ അടിച്ചു. രാത്രിയിലൊക്കെ ഇത് ഞാൻ ആമ അടിക്കത്തുള്ളൂ. അവരങ്ങനെ ആമ വരാറില്ല. വൈകിട്ട് ഇട്ടപ്പം തന്നെ അടിച്ചതായിരിക്കും. ഇവനെ ആദ്യമേ അടിച്ച്. ഇവനെ ആദ്യം വീണു. കാടിച്ചാമ. പ്രാണനുണ്ടോ അവന്? 10. ബാക്കി നമുക്ക് വൈകിട്ട് പോലെ. നമ്മൾ രാവിലെ നമുക്ക് 4 കിട്ടി. ഒരെണ്ണത്തിന് ശകലം ആമ കടിച്ചിട്ടുണ്ട്. അവനെ നമ്മൾ കളഞ്ഞു. അപ്പോൾ നമ്മുടെ പരിപാടി വൈകിട്ട് ഇനിയിപ്പം ഇവനെ പൊരിക്കുക എന്നുള്ളതാണ്. മീൻ വെട്ടി വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൂടെ ഒന്ന് മിക്സ് ചെയ്യുക. നന്നായല്ലേ? വെള്ളം ഒന്ന് വേറെ മിക്സ് ചെയ്യും. 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണോ? ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എല്ലായിടത്തും മസാല പരണ്ട് വരണം. മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് മീനിടാം. എണ്ണ നല്ലപോലെ ചൂടായതുകൊണ്ട് മീനിട്ട് കൊടുക്കാം. നല്ലപോലെ മീനിട്ട് മാർക്കിടല്ലേ. സെറ്റ് ഏതായാലും മൂത്തുണ്ടല്ലേ. രണ്ടാമത് മൂത്തുള്ളൂ. മുഴുവൻ്റെ ഒക്കെ മാൻ വരുന്നുണ്ടല്ലേ. പിന്നെ നമ്മളൊക്കെ ഭാഗ്യമില്ല ഇതുപോലെ നല്ല ഫ്രഷ് മീൻ തിന്നാൻ പറ്റുകയെന്ന് പറയുന്നത്. നിർബന്ധിച്ച മീൻ കഴിക്കുന്ന കിടന്നല്ലേ അല്ലേ. പിന്നെ ഫ്രഷ് കിട്ടാൻ ഏറ്റവും നല്ലത്. ഞങ്ങൾ പിടിച്ച മീനൊന്ന് ടേസ്റ്റ് നോക്കാൻ പോകണം. ചൂട് കാണും ചെറുതായിട്ട്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഒരു രക്ഷയില്ല. അതോ ഫ്രഷ് മീൻ നമ്മൾ പിടിക്കൂ. ആർക്കലി കൊള്ളാം. അടിപൊളിയാണല്ലേ. നല്ല മൂത്ത് കിട്ടുമല്ലേ. സൂപ്പർ സൂപ്പർ. ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ.